നമസ്കാരം. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ വിവാദവും സംസാര വിഷയവുമൊക്കെയായ സൂംബ ഡാൻസ്. ഈ സൂംബ ഡാൻസ് എന്ന് ആദ്യം കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നത് സാംബ ഡാൻസ് ആണെന്നോ. സാംബ ഡാൻസ് ഇച്ചിരി പ്രശ്നമാണ്. അത് ബ്രസീലും ഫുട്ബോളും അതിനോടൊക്കെ ചേർന്ന് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒരു നൃത്തരൂപമാണ് സാംബ നൃത്തം. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വസ്ത്രം മാത്രം ധരിച്ച നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ നൃത്തമാണ്. ഇതല്ല, ഇത് സൂംബ നൃത്തമെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെയൊക്കെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ പരിപോഷിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് യോഗയ്ക്ക് ബദൽ എന്ന തരത്തിലാണ് അവർ ഈ കേരള സമൂഹത്തിലേക്ക് സ്കൂളുകൾ വഴി ഇത് അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ യോഗയുടെ ഈ ആഗോള പ്രസക്തിയും സ്വീകാര്യതയും കണ്ടിട്ട് കുരുവെട്ടിയ കമ്മികൾ ഈ കേരളത്തിൽ യോഗയ്ക്ക് ബദലായിട്ട് ഒന്ന് ഇറക്കി നോക്കിയതാണ് ഈ സൂംബ, ഈ നൃത്ത ചുവടുകൾ. ഇത് ഒട്ടും ആഭാസമല്ല, ഒട്ടും എന്താ പറയുക വൾഗറൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും ടീച്ചർമാർക്കും എല്ലാവർക്കുമൊക്കെ മാനസികമായിട്ട് അവർക്ക് ആനന്ദം നൽകുന്ന ഒരു സംഗതിയാണ്. അതിനൊപ്പം തന്നെ ഒരു വ്യായാമ മുറ എന്ന രീതിയിൽ കണക്കാക്കാവുന്ന സംഗതിയാണ്. പക്ഷേ ഇതിനെ സമസ്ത എതിർക്കുന്നതിന് കാരണം മതപരമാണ്. തീർച്ചയായിട്ടും അവരുടെ മതം പറയുന്ന ചില സംഗതികളുണ്ട്. ആണും പെണ്ണും കൂടെ ഇടകലർന്നൊന്നും ഇരിക്കേണ്ട, നടക്കേണ്ട, ഡാൻസ് ചെയ്യേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂൾ അസംബ്ലി പോലുള്ള സമയത്ത് ഇങ്ങനെ ഈ കടന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവരത് എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം അതിനെ പിന്തുണയ്ക്കണം, സമസ്ത പോലുള്ളവരെ പിന്തുണയ്ക്കണം. കാരണം അത് പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ചില പോസിറ്റീവ് വശങ്ങളുണ്ട്. അതായത് സമസ്തയൊക്കെ ഈ കഴിഞ്ഞ 4-5 വർഷം കൊണ്ടാണ് അവർ ഈ രൂപത്തിലേക്ക് എത്തിയത്. സർക്കാരിനെ കൊണ്ട് ഏത് തീരുമാനങ്ങളും അവർക്കെതിരാണ് എന്ന് അവർക്ക് തോന്നുന്ന, അവരുടെ മതത്തിനെതിരാണ് എന്ന് അവർക്ക് തോന്നുന്ന ഏത് തീരുമാനങ്ങളും പിണറായി സർക്കാരിനെ കൊണ്ട് അവർ പിൻവലിപ്പിച്ചിട്ടുണ്ട്. അത് എത്ര എണ്ണം വേണമെങ്കിലും നോക്കിയോ. ഇവിടെ യൂണിഫോം ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഗതി കൊണ്ടുവന്നു. ഈ ആണിനും പെണ്ണും ഒരേ തരത്തിലുള്ള യൂണിഫോം, അതൊന്നും അവർ സമ്മതിച്ചില്ല, അനുവദിച്ചില്ല. പിണറായി സർക്കാർ അതിൽ നിന്നൊക്കെ തിരിച്ചു പോവേണ്ടി വന്നു. പല കാര്യങ്ങളിലും ഇതിന് മുമ്പും ഇവർ കൊണ്ടുവരാൻ നോക്കിയ പല കാര്യങ്ങളിൽ നിന്നും അവർക്ക് പിന്നോട്ട് പോവേണ്ടി വന്നു. അത് ഒരർത്ഥത്തിൽ നല്ലതാണ്. കാരണം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോളേജുകളിൽ നമ്മൾ കണ്ട ചില ഫ്ലെക്സുകളുണ്ട്. അതായത് സ്വതന്ത്രമായിട്ടുള്ള ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫ്ലെക്സാണ്. അതിന് ഇംഗ്ലീഷ് വാക്കുണ്ട്. ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചിലപ്പം ഇതാക്കിയേക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അത് പ്രേരിപ്പിക്കുന്ന തരത്തിൽ കുറേ ചിത്രങ്ങളൊക്കെ നമ്മുടെ കലാലയങ്ങളിൽ വെച്ചിരുന്നു. അന്നൊന്നും ആരും അതിനെ എതിർക്കുകയുണ്ടായില്ല, എതിർക്കേണ്ടവർ പോലും എതിർത്തില്ല. പക്ഷേ ഇപ്പോൾ മാറിയ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും കൊണ്ട് ഒരു കോളേജിലും ഒരു സ്കൂളിലും മാത്രം ഫ്ലെക്സിൽ വെക്കില്ല. കാരണം അവിടെ ഒരു മുസ്ലിം പെൺകുട്ടിയെങ്കിലും പഠിക്കുന്ന ഒരു കോളേജോ സ്കൂളോ ആണെങ്കിൽ ഇവന്മാർ ഇത്തരം തോന്നിവാസങ്ങൾ അവിടെ കാണിക്കാൻ മുതിരില്ല. കാണിച്ചാൽ സമസ്തയൊക്കെ ഇടപെടും, ഇവർക്ക് അതുകൊണ്ട് ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് സമൂഹത്തിന് മൊത്തത്തിൽ നല്ലതാണ്. ഇനി മറിച്ച് അവരുടെ മതകാര്യം കൊണ്ടാണ് അവർ എതിർക്കുന്നത് എന്ന് നമുക്കറിയാം. ആയിക്കോട്ടെ. അപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ഒരു മതസംഘടന ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ നിയന്ത്രിക്കുന്നു, അവരെടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങൾ വരെ പിന്തിരിപ്പിക്കുന്നു, അതിൽ നിന്നൊക്കെ മാറ്റി തിരിച്ചോടിക്കുന്നു എങ്കിൽ പിന്നെ അങ്ങനെ ഒരു സർക്കാരിനെ എന്തിന് നമ്മൾ തിരഞ്ഞെടുത്ത് ജയിപ്പിക്കണം എന്നവർ ചിന്തിക്കുന്നിടത്തേക്ക് ജനങ്ങൾ എത്തണം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ യോഗി മതിയായിരുന്നു, ഹിമന്ത വിശ്വ ശർമ്മ മതിയായിരുന്നു, അതുപോലൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇതുപോലുള്ള തിട്ടൂരങ്ങൾക്ക് വഴങ്ങില്ലായിരുന്നു എന്ന് മലയാളി ചിന്തിക്കുന്നിടത്തേക്ക് വരണമെങ്കിൽ സമസ്തയെ പോലെയുള്ളവരെ നമ്മൾ പിന്തുണയ്ക്കണം. അത് അവർക്ക് അവരുടെ മതത്തിന് വേണ്ടിയാണെങ്കിലും മൊത്തത്തിലുള്ള ഗുണം കിട്ടാൻ വേണ്ടി അത് കിട്ടും എന്ന ആ ഉറപ്പോടു കൂടി തന്നെ സമസ്തയെ പോലെയുള്ളവരെ തീർച്ചയായിട്ടും നമ്മൾ പിന്തുണയ്ക്കണം.